കോപ്പി അടിക്കാൻ ചൈനയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ പരീക്ഷയായാലും ശരി, ആയുധങ്ങളായാലും ശരി, വിമാനമായാലും ശരി, യുദ്ധ ടാങ്കായാലും ശരി, ചൈന കോപ്പി അടിച്ചുണ്ടാക്കിയിരിക്കും. അത് മറ്റ് ചെറു രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യും. ഒരു ഉളുപ്പുമില്ലാത്ത ചൈനയുടെ തദ്ദേശീയമായൊരു കോപ്പിയടി പരിപാടിയാണിത്. ദേശീയ ജുഗാദ് എന്ന് കേട്ടിട്ടുണ്ടോ? സമൂഹ മാധ്യമങ്ങൾ പരിഹസിച്ചതാണ് ഇന്ത്യൻ സേനയെ ദേശീയ ജുഗാദ് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയാമോ? ഇന്ത്യൻ സൈനികരുടെ തലയിൽ ഉദിച്ച ലളിതമായൊരാശയം, ഡ്രോണുകളെ നേടാൻ അവരുണ്ടാക്കിയെടുത്ത തദ്ദേശീയമായി ഇന്ത്യൻ സൈനികർ വികസിപ്പിച്ചെടുത്ത ലളിതമായ ആയുധ സംവിധാനം. അതിനെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂട്ടരക്ക് ദേശീയ ജുഗാദ് എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചു തുടങ്ങിയത്. പക്ഷേ സംഭവം ക്ലിക്കായി കേട്ടോ. അതിനുമപ്പുറം ക്ലിക്കായത് ചൈനയ്ക്കാണ്. എന്തായാലും ഈ ദേശീയ ജുഗാദ് എന്ന ആയുധം എന്താണെന്ന് പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈനികർ തങ്ങളുടെ പക്കലുള്ള 3 ഇൻസാസ് റൈഫിളുകൾ ഒരു ഇരുമ്പ് ദണ്ടിൽ ഒരുമിച്ച് ഘടിപ്പിച്ച് പ്രത്യേക താൽക്കാലിക സംവിധാനമുണ്ടാക്കിയത്. ഒരൊറ്റ ട്രിഗർ വലിക്കുന്നതോടെ 3 തോക്കിൽ നിന്നും ഒരേ സമയം വെടിയുണ്ടകൾ ഒന്നിച്ച് പായും. അങ്ങനെ ആകാശത്തേക്ക് ഒരു വ്യക്തമായ വ്യാസത്തിൽ വെടിയുണ്ടകൾ തീതുപ്പും. അങ്ങനെ ഇതിന് മുന്നിലേക്ക് വന്ന് പറക്കുന്ന ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടാൻ ഇത് സഹായകമായിരുന്നു. ഈ സംവിധാനമാകട്ടെ തദ്ദേശീയമായി നിർമ്മിച്ചതിനാൽ 360 ഡിഗ്രിയിൽ സൈനികർക്ക് തിരിക്കാനും സാധിക്കും. റഡാറുകളോ സെൻസറുകളോ ഒന്നുമില്ല. പകരം ആ സൈനികൻ്റെ കണ്ണും ഉന്നവുമായിരുന്നു പ്രധാന ആശ്രയം. അതുകൊണ്ട് തന്നെ ആധുനിക യുദ്ധകാലത്തും നമ്മുടെ ദേശീയ ജുഗാദ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഇനി ചൈനയിലേക്ക് പോകാം. ഡ്രോൺ ഭീഷണി ചെറുക്കാൻ ഇന്ത്യൻ സൈനികർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദേശീയ ജുഗാദിനെ അതേപടി കോപ്പിയടിച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന. ഇപ്പോൾ 12 ബാരലുകളുള്ള ഭീമൻ മൾട്ടി റൈഫിൾ സംവിധാനമാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴ്ന്നു പറക്കുന്ന ചെറിയ ഡ്രോണുകളെയും ചാവേ ഡ്രോണുകളെയും തടയാൻ ഇന്ത്യൻ സൈനികർ കണ്ടെത്തിയ അതേ വഴി തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് ചൈനീസ് സൈനിക വക്താക്കൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ 3 തോക്കുകളുടെ സ്ഥാനത്തേക്ക് 12 തോക്കുകൾ ഒന്നിച്ച് ഘടിപ്പിച്ച വലിയൊരു മെഷീൻ ഗൺ രൂപത്തിൽ അവർ ഒരു ആയുധം നിർമ്മിച്ചു. ഇതിലൂടെ ഒരൊറ്റ സെക്കൻഡിൽ 100 കണക്കിന് വെടിയുണ്ടകൾ ആകാശത്തേക്ക് പായിച്ച് എതിരെ വരുന്ന ശത്രു ഡ്രോണുകൾക്കെതിരെ പ്രതിരോധ വലയം തീർത്ത് തകർക്കാനാകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അത് ഇന്ത്യൻ സൈനികരുടെ ഒരു ആശയമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ ദേശീയ ജുഗാദ് സംവിധാനം ഉപയോഗിച്ചാണ് നിരവധി പാക് ഡ്രോണുകളെ ഇന്ത്യൻ സേന എതിരിട്ട് തകർത്തത്. പിന്നെ ഒരു കാലത്ത് ഇന്ത്യൻ അതിർത്തിയിലെ സൈനികർ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ലളിതമായി ഉണ്ടാക്കിയ ഒരു പ്രതിരോധ സംവിധാനം ഇന്ന് ചൈനയെപ്പോലുള്ളൊരു വമ്പൻ രാജ്യം വലിയ ഗവേഷണം നടത്തി സ്വന്തം സൈന്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നത് നിസ്സാരമല്ല, വിശ്വസനീയവുമല്ല. കാരണം ഇതേ സംവിധാനം ഇന്ത്യ പിന്നീട് വികസിപ്പിച്ച് കൂടുതൽ തോക്കുകൾ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട ഒരു മേക്ക് ഇൻ ഇന്ത്യ ആയുധ സംവിധാനമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. റഷ്യൻ ഉക്രൈൻ യുദ്ധമാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും യുദ്ധതന്ത്രങ്ങളെ കൂടുതൽ ലോക്കലാക്കി മാറ്റിയത്. ഏതാനും ആയിരങ്ങൾ മാത്രം വില വരുന്ന ചെറിയ ഡ്രോണുകളെ തകർക്കാൻ കോടികൾ വിലമതിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗിക്കേണ്ടി വരുന്ന റഷ്യയുടെ ഗതികേട് ലോകമെമ്പാടും കണ്ടതാണ്. ഈ സമയത്താണ് ചെറിയ ഡ്രോണുകളെ തകർക്കാൻ അതിനേക്കാൾ ചില കുറഞ്ഞ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ സൈനികർ ദേശീയ ജുഗാദ് എന്ന ആയുധം നിർമ്മിച്ചെടുത്തത്. എന്തായാലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വരെ ഉപയോഗിച്ച ആ സംവിധാനം അത് ചൈന അതേപടി കോപ്പിയടിച്ച് തങ്ങളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി ഇപ്പോൾ സൈനികർക്കിടയിൽ നിർമ്മിച്ച് കൈമാറിയിരിക്കുകയാണ്.